ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് ക്രാഫ്റ്റി വേൾഡ്. ഇന്നത്തേത് ഒരു വെറൈറ്റി ക്രാഫ്റ്റാണ്. മുട്ടയുടെ ട്രേയിലാണ് ഞാൻ ഇന്നത്തെ ക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ട്രേ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓരോ പീസായി സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ട്രേയുടെ സൈഡൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അധികം തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല ഇതിൽ വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതുപോലെ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. മുട്ടയുടെ ട്രേ ഫുള്ളായി ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒരു ചെറിയൊരു കപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്ത് ഇതുപോലെ കപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഓരോന്നും കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കിത് കട്ട് ചെയ്ത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അതിനായി ഈ ഒരു ചെറിയൊരു കപ്പിൻ്റെ 4 കോർണറിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഓരോ പെറ്റലും ഷേപ്പ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമുക്ക് ഇതിന് ഒരു 4 പെറ്റലുള്ള ഒരു ഫ്ലവർ കിട്ടുന്നതാണ്. പെറ്റൽസ് ഷേപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഞാനിവിടെ ഫ്ലവറെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലവർ ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ മെറ്റാലിക് ബ്രൗൺ അക്രിലിക് പെയിൻ്റാണ് എടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ ആയത് കാരണം പെയിൻറ്റ് അതിലൊന്ന് പിടിച്ച് കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഫസ്റ്റ് കോട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത കോട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പെയിൻറ്റ് എല്ലാ ഭാഗത്തും നന്നായി കവർ ചെയ്ത് കിട്ടുന്നതാണ്. ഫ്ലവറൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായി ഉണങ്ങാൻ വയ്ക്കാം. പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഒരു ഫ്ലവറിന് മുകളിൽ മറ്റൊരു ഫ്ലവർ സ്റ്റിക്ക് ചെയ്തെടുത്ത് നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലവറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി നമുക്ക് സ്റ്റെം ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. ഒരു നീളമുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്കിത് നന്നായി ചുരുട്ടിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം ചുരുട്ടിയെടുക്കുക എന്നുള്ളത്. ഒരു കോർണറിൽ സ്റ്റിക്ക് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ മുകളിലേക്ക് ചുരുട്ടിയെടുക്കാം. കുറച്ച് സ്റ്റെമ്മർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറിൽ ചുരുട്ടി എടുത്തതിന് ശേഷം ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൊടുത്തു. അതും ഡ്രൈ ആയതിനു ശേഷം വാർണിഷിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലവർ ഓരോന്നായി ഈ സ്റ്റെമ്മിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഗോൾഡ് കളർ ഫ്ലവറും
നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മെറ്റാലിക് അക്രിലിക് പെയിൻ്റ് ആണ്. നമുക്ക് ലീഫ് കൂടി സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ കുക്കീസിൻ്റെ ഒരു ബോക്സാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ലീഫിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതുപോലെ ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതും വലുതുമായിട്ട് പല സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റെമ്മിൽ ഗോൾഡൻ കളർ ഫ്ലവറും മറ്റൊരു സ്റ്റെമ്മിൽ ബ്രൗൺ കളർ ഫ്ലവറുമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഫ്ലവറെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അതിന് താഴെയായിട്ട് നമുക്ക് ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ട് ഫ്ലവർ ഉരുകുന്നുണ്ട്. പ്ലാസ്റ്റിക് ഫ്ലവർ ആയത് കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഓരോ സ്റ്റെമ്മിലും ഫ്ലവറും ലീഫും സെറ്റ് ചെയ്തെടുക്കുക. ഫ്ലവർ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ലീഫ് സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ലീഫ് വെക്കേണ്ട പൊസിഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു സ്റ്റെമ്മിൽ ഗോൾഡൻ കളർ ഫ്ലവറും മറ്റൊരു സ്റ്റെമ്മിൽ ബ്രൗൺ കളർ ഫ്ലവറുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം. ഇനിയും നല്ലൊരു ക്രാഫ്റ്റുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.